അതും പൊട്ടി. ഇരുന്നുണ്ടോ? ചെറുതായിട്ട്. കർത്താവേ, മിസൈലിന്റെ കുറവും കൂടെ ഉണ്ടായിരുന്നു. ഗുഡ് മോർണിംഗ് സാർ. ജോർജ്, ഞാൻ ഇത്തനായിട്ട് കോൾ പണ്ണ. Where were you? ഞങ്ങൾ ഇന്നലെ രാത്രി ടിക്രി എന്ന് പറഞ്ഞൊരു വില്ലേജിലായിരുന്നു സാർ. അവിടെ ചെറിയ റേഞ്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. அந்த 4 പേര് എന്നാച്ച്? അവരുമായിട്ട് ബന്ധമുള്ള ഒരാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുക. Look, George, that's not enough. The media has been screwing it up. In the ജയകുമാരുടെ ലഞ്ചം വാங்குற വീഡിയോ, it's been leaked out last night. அவரோட விஷயத்தில் நீங்க தான் பிடிவாதமா இருந்தீங்க. I stood for you. ஞாபகம் இருக்குல்ல? ഉണ്ട് സാർ. I've been called to the IG's office. எனக்கு கிடைக்கிற பிரஷர் நான் உங்களுக்கு கொடுக்கல. அது என்னோட மரியாதை. உங்களோட கௌரவத்தை நீங்க தான் காப்பாற்றணும். യെസ് സാർ. എന്തായി ജയ, പറയണില്ലേ? ഒക്കത്തെ പോറ സാറേ, നായിന്റെ മോനെ. साले चीचड़ों, हमारी मार के हमारे यूपी से निकल जाएगा क्या? ഇവന്റെ അണ്ണാക്കി ഞാൻ പിരികെട്ടിക്കും. ഇവനെ കൊണ്ടൊക്കെ പറയിപ്പിക്കണമെങ്കിലേ പോലീസുകാരുടെ പഴയ വിദ്യ തന്നെ എടുക്കേണ്ടി വരും. നോടാ. हथौड़ा और बॉम्बिया भाई के जिगरी दोस्त हैं आमिर और जुल्फी भाई। वो लोग एक बहुत बड़ा प्लान लेकर आए थे, बहुत बड़ा। चाइना, हांगकांग और अमेरिका में एक्सपोर्ट बिजनेस। हमें काम समझाने के बाद आमिर भैया चाइना के लिए निकल गए। वहाँ उन्होंने मार्केट समझा। डीलरों से मिलकर बड़ा ऑर्डर लेकर वापस आए। इस देश के सारे शिकारियों को हाथी के दांत के लिए एडवांस दे दिया, इस शर्त पे कि 2 महीने में माल वापस चाहिए। और अब 30 करोड़ की जरूरत है। उसके लिए आमिर भाई टाका डालने वाले थे केरला में। और 4 लोग का हम या बयागपुर रेलवे स्टेशन जा। पिछवाड़े में कूदा है, टक्कर लेके दिखा। സാറേ, ആ റൂട്ടിൽ 2 ട്രെയിനേ ഉള്ളൂന്നാ യോഗേഷ് പറയുന്നത്. ഒന്ന് 10:10-നും മറ്റേത് 11:30. എത്ര ഓടി ചെയ്താലും അവിടെ എത്തില്ല സാർ. വണ്ടി എടുക്കാം സാർ. പിടിച്ചോസേ. സാറേ, വീട്ടിൽ നിന്നാണല്ലോ. ഹലോ, എന്നാ മോളെ? എന്നാ? അപ്പ വണ്ടി ഒന്ന് നോക്കിക്കോട്ടെ. ഒരു മിനിറ്റ്.
എന്നാ മോളെ ജോസ് സാറേ സമയം ദൂരണ്ടല്ലേ? വണ്ടി എടുക്ക് ജോസേ. ജോസേ വണ്ടി എടുക്കാൻ. മുന്നേ എന്തെങ്കിലും കേസുമായിട്ട് നമ്മൾ പോകുമ്പോൾ വീട്ടിലെ കാര്യം ഓർത്ത് അല്പം സമാധാനം ഉണ്ടായിരുന്നു സാറേ. അതിനിപ്പോ എന്തുണ്ടായി? വീട്ടിൽ നിന്ന് കൊച്ചാ വിളിച്ചത്. അതിന് ഇതിന്റെ ഒരു വീഡിയോ ഇറങ്ങിയിട്ടുണ്ടെന്ന്. അല്ല നമ്മളും കൈക്കൂലിക്കാരെന്നാ പറയുന്നതെന്ന്. എന്റെ മോളെന്നോട് ചോദിക്കുവാ സാറേ, അപ്പായും കാശ് വാങ്ങിയിട്ടുണ്ടോ? ഞാൻ അവളോട് എന്നാ പറയും സാറേ? അതൊക്കെ നമുക്ക് സമാധാനം ഉണ്ടാക്കാൻ ജോസേ, നീ വണ്ടി എടുക്കേ. ആ സാറിനോട് അപ്പളേ പറഞ്ഞതാ, ഇങ്ങനെയുള്ള കള്ളം കൂടെ കൊണ്ടുവരരുത്. അവന്മാരെ ഒരിക്കലും പിടിക്കാൻ കഴിയില്ല. സാറേ ഇറങ്ങി പുറത്തിറങ്ങടാ. അറിയില്ലെങ്കിൽ എന്റെ ചത്തുപോയി നിന്റെ അപ്പം കറിയിച്ചനല്ല എന്നെ സ്കൂളിലെടുത്ത്. മാർക്കൊക്കെ ഇത് എന്തിന്റെ സൂക്കണം? അതൊക്കെ വെളിവില്ലാതായി എന്ത് ചെയ്യും? ഇതൊക്കെ കൊണ്ട് ഇറങ്ങി എല്ലാം ഇവിടെ പറയാം. വണ്ടി ഞാനിനി ഇടത്തേക്ക് വരുന്നില്ല സാറേ. നിങ്ങൾ വായിക്കോ. എടാ ജോസേ, എന്നെ കേസിൽ പിടിച്ച അന്ന് മുതലേ നിന്നെ ഞാൻ 100 വട്ടെങ്കിലും വിളിച്ചിട്ടുണ്ട്. നീ എടുക്കാൻ കൂട്ടാക്കിയില്ല. ഒരു തരി പൊന്നു പറഞ്ഞാൽ പോലും പെമ്പിള്ളേരെ കെട്ടി തോന്നാട്ടില്ല സാറേ. എൻ്റെ ചെവിടെ കത്ത് കൊച്ചിനെ കെട്ടിച്ചുകൊണ്ടത്. ഓളുടെ ചികിത്സയ്ക്ക് ഉണ്ട് സാർ ഞാൻ പൈസ വാങ്ങിന്. വേറെ ഗതിയില്ലാത്തോണ്ട ഒരു കൂര കെട്ടിപ്പൊക്കാൻ നോക്കി, അതൊന്നായില്ല. എന്നിട്ട് അവസാനം കണ്ടായി കട്ടിയോട് പോലെ വിളിച്ചെടുക്കണ്ടായി. ജനങ്ങളുടെ പേര് മാത്രമേ ഉള്ളൂ സാർ. മൊത്തം തോൽവി. ഇവൻ പറഞ്ഞ പോലെ ഈ എറണാകുളനെ കൂട്ടി നിങ്ങൾ എങ്ങോട്ട് പോകണ്ട സാറേ. ഞാൻ പോവാ. ഇങ്ങനെ വഴിയിലിറക്കിയിട്ട് പോകാനായിരുന്നെങ്കിൽ മേലാളന്മാരുടെ കൈയും കാലും പിടിച്ച് നിന്നെ ഞങ്ങളുടെ കൂടെ കൊണ്ടുപോയി. നിന്റെ മനസ്സിലുള്ളത് നീ പൊത്തിവെച്ച ബാക്കിയുള്ളവർക്ക് എങ്ങനെ മനസ്സിലാവും ചെയ്യാം. അത് നിന്റെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചാൽ ഞങ്ങൾ കൂടെ നിൽക്കില്ലെന്ന് വിചാരിച്ചു. ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് അതിനേക്കാൾ കൂടുതൽ നിങ്ങളുടെ കൂടെ ജീപ്പിൽ കിടന്ന് ഉറങ്ങിയിട്ടുള്ളൂ. പക്ഷെ ഇപ്പൊ എൻ്റെ മനസ്സിൽ സ്വന്തം ഉമ്മയേക്കാൾ എന്നെ വിശ്വസിച്ച ആ പെൺകുട്ടി കൊടുത്ത വാക്കാ. എനിക്കേതായാലും പോയേ പറ്റൂ. വരുന്ന ദിവസം വേണമെങ്കിൽ വരാം.